കളിക്കും. ക്ഷീണം വരാൻ നല്ലതാണ്. എന്താ പേര്? രാമുണ്ണി. എവിടേക്ക് പോകുന്നു? അറിയില്ല. ഒരു ജോലി അന്വേഷിച്ച്. വീട്ടിൽ ആരൊക്കെയുണ്ട്? ആരുമില്ല. ചെറുപ്പത്തിൽ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട എന്നെ എടുത്തു വളർത്തിയത് ഒരു കളരി ഗുരുക്കളാണ്. അനാഥനായ എന്നോട് അദ്ദേഹത്തിന് സ്നേഹമായിരുന്നു. വെട്ടും തടവും ഞാൻ അവിടെ വെച്ച് പഠിച്ചു. മുതിർന്നപ്പോൾ ഗുരുക്കളുടെ പ്രധാന ശിഷ്യനായിരുന്നു ഞാൻ. അന്ന് കളരിയിൽ നല്ല പണിയുണ്ടായിരുന്നു. രാവിലെ മുതൽ പയറ്റു പഠിക്കാനും ഒഴിയാനും കെട്ടാനും വരുന്നവരുടെ തിരക്കായിരുന്നു. അവിടുത്തെ സ്ഥിതി പിന്നെ വളരെ മോശമായി. അയ്യോ, അവിടെ പിടിക്കല്ലേ കൈ. അയ്യോ മതി. അയ്യോ മതി മതി. കഴിഞ്ഞു, സാരമില്ല. ഞരമ്പ് പിടിച്ചതാ. രാമുണ്ണിയെ ആയില്ലേ? രാമുണ്ണി ആളങ്ങ് വളർന്നു പോയല്ലോ. രാമുണ്ണിയുടെ കാര്യം ഞാൻ മേനോൻ സാറിനോട് പറയാതിരുന്നതാ. പഴയ നിലയെല്ലാം പോയി സാറേ. ഇന്ന് ഈ തൊഴിൽ കൊണ്ട് കുടുംബം പറ്റാൻ പറ്റില്ല. സാറ് ഇവനൊരു ജോലി കൊടുക്കണം. എന്ത് പണിയും അവനെടുത്തോളും. നോക്കട്ടെ. രാമുണ്ണിക്ക് പശുവിനെ കിടക്കാൻ അറിയോ? ഇല്ല. എളുപ്പാ. ഞാനിവിടെ വന്ന ശേഷം പഠിച്ചു. ഈ വെള്ളം എവിടേക്കാ? കുഞ്ഞമ്മയ്ക്ക് കുടിക്കാനാ. പിടിച്ചോളൂ. ഇവിടെ വെച്ചു. ഞാൻ എടുത്തോളാം. അയ്യോ വേണ്ടേ. അയ്യോ വേണ്ടേ. ഇതെന്താ ഞാൻ കൂടെ പിടിക്കട്ടെ. അമ്മോ വന്ന് കേറിയില്ല. അതിനു മുമ്പേ അഭ്യാസം തുടങ്ങിയോ? എന്താണ് നോക്കി നിൽക്കുന്നത്? ആ ചെമ്പിന്റെ മൂടളയി കാണും. എടുത്തോട്ട് പോടി. താനെവിടെ പോന്നു? കൊപ്രക്കളത്തിലേക്ക് ചെല്ലും. അങ്ങാടി നിലവാരമൊന്നും എന്നോട് പറയണ്ട. ഞാൻ പറഞ്ഞ വിലക്കാണെങ്കിൽ നാളികേരം എടുത്തോളാം. എന്താ? ശരി, ഞാൻ പോട്ടെ. ശരി. രാമണ്ണി, എന്തോ നേരം വൈകി. നീ പോയി ഊണ് കഴിച്ചു. ഇത് കൂട്ടിയാ ചോറ് മുഴുവനും ഉണ്ണണം. നീ അവനെ ഊട്ടുവാണോടി? എന്നിട്ട് പോടി അസത്തെ. ഒരു ജോലി അറിയില്ലെങ്കിലും നാണമില്ലാതെ തിന്നു മുടിക്കാൻ കൊള്ളാം. ആയമ്മ പറഞ്ഞത് കേട്ടിട്ടാണ് രാമുണ്ണി ഉണ്ണാത്തതെങ്കിൽ എന്നും പട്ടിണി കിടക്കേണ്ടി വരും. ആ സ്ത്രീയുടെ സ്വഭാവം അതാ. ഒരു മൂശേട്ടിയാ. രാമുണ്ണി, ഇത് കഴിക്കൂ. വേണ്ട. ഉച്ചയ്ക്ക് ഉണ്ടില്ലല്ലോ. പട്ടിണി കിടന്നാൽ ക്ഷീണിക്കും. ക്ഷീണിച്ചോട്ടെ. രാമുണ്ണി ഇത് കഴിക്കില്ലേ? വേണ്ടെന്ന് പറഞ്ഞില്ലേ? അമ്മു, ഇനി തരൂ.
ഇതാണല്ലേ നിങ്ങളുടെ ജോലി? രണ്ടിനെ ഞാൻ ഇനി ഇവിടെ വെച്ചേക്കില്ല. ഓടി പോകാൻ. രാമുണ്ണി ഏത് ക്ലാസ് വരെ പഠിച്ചു? 7ാം ക്ലാസ് വരെ. രാമുണ്ണി എന്നോടൊന്നിച്ച് വരുന്നു. എന്റെ കയ്യിൽ ടിക്കറ്റ് ഇല്ല അല്ലേ? സാരമില്ല, നമുക്ക് അടുത്ത സ്റ്റേഷനിൽ വാങ്ങിക്കാം. ഇത് സ്കോച്ചാണ്. വിസ്കി ഇതിനു മുമ്പ് കുടിച്ചിട്ടില്ലേ? ഞാൻ ഉണ്ട്. ഇതല്ല, കള്ള്. രണ്ടും ഒന്ന് തന്നെ. ലഹരി. സംഗമം രാസലാസലീല പ്രതീതം രാഗം താനം പല്ലവി രാവിൽ നിലവിൽ മധുമാദ കുസുമം അരികിൽ ചിത്രശലഭം മധുമാദ കുസുമം അരികിൽ ചിത്രശലഭം സുഖം തിരയും ചിറകിണകൾ തേൻകണം നുകരുകയായി മഞ്ഞിൽ കുളിരിൽ രാവിൽ സിരാകൂട ചഷകം നിറയും സ്വർഗനിമിഷം അതിലൊഴുകും സുരലഹരി നെറുഹൃതിയേകുന്നു വീണ്ടും വീണ്ടും രാവിൽ
ഞാൻ കുടിച്ച് ബോധമില്ലായിരുന്നു. മേലിൽ കുടിക്കില്ലെന്നും ബോധമറ്റ് പ്രവർത്തിക്കില്ലെന്നും രാമുണ്ണിക്ക് ഉറപ്പുണ്ടോ? ഉണ്ട്. നമുക്കിറങ്ങേണ്ട സ്റ്റേഷൻ എടുത്തു. No, by train. വേലയൻ, വേലയൻ, എന്തോ നീ ഏതാ? ഞാൻ രാമുണ്ണി. എന്താ അവിടെ കാര്യം? ഒരു ജോലിക്ക്. ജോലിയോ? കടന്നു പോയാൽ നിൽക്കൂ അവിടെ നിൽക്കൂ. ഇവൻ എവിടെയും പോയില്ല, ഇവിടെ താമസിക്കും. മോന്നുള്ള ഉത്തരവാണ്. ഈ വീട്ടിലെ ചങ്ങലക്കിടാത്ത പട്ടിയാണ്. സ്ഥലം കിട്ടിയാൽ ആരും കടിച്ചു കയറും. പേരെന്തെന്നറിയോ? വീരയ്യൻ. വീരത്തുള്ളൂ, അയ്യത്തില്ല. എനിക്ക് രണ്ടുണ്ട്, വേലയും അയ്യത്തും. അതാണ് ഞാൻ വേലയില്. അല്ലേ? ഭൂമിയിൽ നോക്കി നടക്കണോ? വാ. നീ ഇവിടെ താമസിക്കാൻ പോകുന്ന ആളല്ലേ? ഇങ്ങനെ പറയുന്നത് കേൾക്കും, കാണും. ശ്രദ്ധിക്കും. കള്ളന്മാരെയും കൊലപ്പുള്ളികളെയും ജയിലിലേക്ക് അയക്കുമ്പോ കോടതി ഇന്ന മുറി എന്ന് വിധിക്കാറില്ല. പക്ഷെ ഇവിടെ പറഞ്ഞു ഇതാണ് തടവറ. പഴുത് ആലോചിച്ച് ചോദിക്കോ? എന്താ പേര് മറന്നുപോയി? രാമുണ്ണി. അത് മാറും. ഇന്നോ നാളെയോ രാമുണ്ണിയുടെ ഉള്ളി ഇങ്ങോട്ട് എടുക്കും, എന്നിട്ട് ഈ അങ്ങോട്ട് വെക്കും. അപ്പൊ എന്തായി? രാമയ്യൻ. എന്തിനാ പേര് മാറ്റുന്നത്? അതൊന്നും എന്നോട് ചോദിക്കരുത് പോലും മോനെ. അതെല്ലാം ജയന്തിയമ്മയുടെ ക്രിയകളാണ്. ഇവിടുത്തെ ഡ്രൈവർ വീരരാഘവൻ വീരയിനെ, ഈ വേലപ്പൻ വേലയിനെ. ഇവിടുത്തെ പട്ടി ഉണ്ടല്ലോ, അതിനെ എസ്റ്റേറ്റിൽ നിന്ന് കൊണ്ടുവരുമ്പോ ടൈഗർ എന്നാണ് വിളിച്ചിരുന്നത്. എന്താണ് പേരല്ലേ? അതിപ്പോ തയ്യൻ. അങ്ങനെ ആദ്യ പേര്, പിന്നീട് സ്വഭാവം, ഒടുവിലാവുമ്പോ നമ്മുടെ ശരീരം തന്നെ അങ്ങോട്ട് മാറും. മോനെ, തെറ്റ തള്ള കണ്ടാൽ പോലും തിരിച്ചറിയില്ല. എന്തിനാണ് ഏറെ പറയുന്നത്? ഈ ഞാൻ തന്നെ ഇവിടെ വരുമ്പോ എന്തൊരു കളറായിരുന്നു, ചുവന്ന് അങ്ങനെ ചുവന്ന് ആപ്പിൾ പോലെയായിരുന്നു. കണ്ട പൂവമ്പഴം പോലെ ഇരുന്നു. ഇപ്പൊ ഞാൻ പൂവമ്പഴത്തിന്റെ തൊലി ഉണങ്ങിയതുപോലെ. നീ പാതാള ഭൈരവി കണ്ടുള്ളൂ? സിനിമ ഇല്ല. ഭൂതത്തിന്റെ കഥയാ. അതുപോലൊരു ഭൂതത്തിന്റെ കഥ തന്നെയാണ് ഇവിടെയും നടക്കുന്നത്. പക്ഷെ ഒരു കാര്യം, ആരാണ് ഭൂതം, ആരാണ് മനുഷ്യന് തിരിച്ചറിയില്ല. ഭൂതമായാലും മനുഷ്യനായാലും ഇതിനകത്ത് പെട്ടവരാരും തിരിച്ചു പോയില്ല. ഒരു പേടി ഒന്നുണ്ട്? ഇല്ല. മെടുക്കൻ എന്നിട്ട് അങ്ങോട്ട് ഇല്ലടോ. എന്താണ് ചെയ്യുന്നത്? ഒന്നുമില്ല. നിനക്ക് ഒരു ശവപ്പെട്ടി ഉണ്ടാക്കാൻ എത്ര മരം വേണ്ടി വരും നോക്കിയായിരുന്നു. നടക്കടോ.
നടക്കടോ. ഇവിടെ നിന്ന് അങ്ങോട്ടൊന്നും വരണ്ട. മുത്തയ്യ ഞാനാ. പിന്നെ ഇവനൊരു ബെഡ് കോഫി കൊടുക്കണം. പിന്നെ ബെഡ് കോഫി ചായ ആയിട്ടോ കാപ്പി ആയിട്ടോ അതെങ്ങനെ വേണമെങ്കിൽ നീ കഴിച്ചോ. പിന്നെ കഞ്ഞി അതൊന്നും ഇവിടെ കിട്ടില്ല. കാരണം മുത്തയ്യക്ക് നാടൻ പലഹാരം ഉണ്ടാക്കാൻ അറിയില്ല. കേട്ടോ, ഇറച്ചി മീനൊന്നും കഴിക്കില്ല, വെറും പച്ചക്കറി, അതും പച്ചയോടെ. പിന്നെ കോഴിമുട്ട അതൊരു 10-5 കഴിക്കും. നീ ഒരു കാര്യം ചെയ്യും, നീ കുളിച്ച് റെഡി ആയിട്ട് വിടുന്നു. ഞാൻ ഡ്രസ് എടുത്തു തരാം. മുത്തയ്യ അല്ല അവിടെ നിന്ന്